നമസ്കാരം, തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. വലിയ അളവിൽ ജലാംശം ഉൾപ്പെടെ നിരവധി ഗുണങ്ങളുള്ള പഴമാണ് തണ്ണിമത്തൻ അഥവാ വാട്ടർമെലൺ. വേനൽക്കാലത്ത് തണ്ണിമത്തൻ സൂപ്പർ പഴമെന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഈ കൊടും ചൂടിൽ അതിന്റെ മധുരമുള്ള രുചി ശരീരത്തിന് നൽകുന്ന ആശ്വാസവും കുളിർമയും ചെറുതല്ല. അവ പോഷകാഹാരങ്ങൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവയിൽ സമ്പന്നമായ തണ്ണിമത്തൻ നമുക്ക് പോഷകാഹാരവും നമുക്ക് വിവിധ രോഗങ്ങളിൽ നിന്നുള്ള ആശ്വാസവും സംരക്ഷണവും നൽകുന്നതാണ്. ഗുണങ്ങളുണ്ടെങ്കിലും തണ്ണിമത്തൻ കഴിക്കുമ്പോൾ പരിഗണിക്കേണ്ട ചില മുൻകരുതലുകൾ എടുത്തിരിക്കണം. എല്ലാവർക്കും തണ്ണിമത്തൻ കഴിക്കാവുന്നതാണ്. എന്നാൽ ഇതിന് മധുരവും തണുപ്പും ഉള്ളതിനാൽ ചിലർ എന്തു ചെയ്യണമെന്നും ആലോചിക്കാറുണ്ട്. പ്രമേഹ രോഗികൾക്കാണ് കൂടുതലും മധുരം കഴിക്കാൻ ആഗ്രഹം. പ്രമേഹ രോഗികൾ രാവിലെയോ ഉറങ്ങാൻ പോകുന്നതിന് മുൻപോ വെറും വയറ്റിൽ തണ്ണിമത്തൻ കഴിക്കുന്നത് ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. പകരം ഉച്ചഭക്ഷണത്തിനോ വൈകുന്നേരമോ ചെറിയ അളവിൽ ഇത് കഴിക്കുന്നതാണ് നല്ലത്. ആരോഗ്യകരമായ കൊഴുപ്പുകളും പ്രോട്ടീനുകളും നട്ട്സ്, വിത്തുകൾ അല്ലെങ്കിൽ തൈര് പോലുള്ളവ തണ്ണിമത്തനുമായി സംയോജിക്കുന്നത് രക്തത്തിലേക്ക് പഞ്ചസാര ആഗിരണം ചെയ്യുന്നത് മന്ദഗതിയിലാക്കാൻ സഹായിക്കും. തണ്ണിമത്തന് ഉയർന്ന ഗ്ലൈസമിക് സൂചികയുള്ളതിനാൽ ഇത് സാധാരണയായി ഉയർന്ന ഗ്ലൈസമിക് വിഭാഗത്തിൽപ്പെടുന്ന ഒന്നാണ്. എന്നിരുന്നാലും ഉയർന്ന ജലാംശം, സമ്പന്നമായ നാരുകളും കാരണം പ്രമേഹ രോഗികൾക്ക് ചില പരിഗണനകളോടെ ഇത് ചെറിയ അളവിൽ കഴിക്കാം. ഇതോടൊപ്പം മറ്റു ചിലർക്ക് ഇത് കഴിക്കുന്നതിന് പരിമിതികളുമുണ്ട്. പനി, ചുമ, ജലദോഷം, തണ്ണിമത്തൻ അലർജി ഇതെല്ലാം ഉള്ളവർ. ജലദോഷമുള്ളവർ ഇത് ഉറപ്പായും ഒഴിവാക്കണം. ഇത് തണുത്ത സ്വഭാവമുള്ള പഴമായതിനാൽ ജലദോഷവും പനിയും വഷളാക്കും. പനിയുള്ളവർ ഇത് കഴിക്കുന്നതിന് മുൻപ് ഡോക്ടറിനെ തീർച്ചയായും കണ്ടിരിക്കണം. ഇതോടൊപ്പം അലർജിയുള്ള വ്യക്തികൾ തണ്ണിമത്തൻ കഴിക്കുന്നത് ഒഴിവാക്കുകയും വേണം. കാരണം ഇത് അവരുടെ ലക്ഷണങ്ങൾ വഷളാക്കും. ഇത് കഴിച്ചതിന് ശേഷം എന്തെങ്കിലും അലർജി ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് നല്ലത്.